ഇന്ന് ശിവരാത്രിയാണ്. അപ്പൊ ഞങ്ങള് അമ്പലത്തേക്ക് പോവാണ്. മോളെ ഇതിന്റെ പരിപ്പെടുത്തിരിക്കുന്നു പപ്പ. എന്തൊരു കഷ്ടാണ്, വാങ്ങിയപ്പോ തന്നെ അത് കോളായി. ഹായ് ഫ്രണ്ട്സ്, ഡിലക്സിന്റെ പുതിയ ഡേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ശിവരാത്രിയാണ്. അപ്പൊ ഞങ്ങള് അമ്പലത്തേക്ക് പോവാണ്. അവിടെ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പോയി വരുമ്പോൾ അമ്പലത്തിന്റെ അവിടെ മറ്റേ ട്രാംപലീനാണ്. ട്രാംപലീന എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയുണ്ടായിരിക്കും, ഒരു ചാടന സ്പ്രിങ് മരത്തൊരു സാധനമാണ്. ചിലവർക്ക് അറിയും, ചിലവർക്ക് അറിയില്ല. അപ്പൊ നമുക്ക് നേരെ ഇവിടേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ പോവാൻ ഇറങ്ങി. എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മമ്മയും അച്ഛനൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്, മാമിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ രാവിലെ പോയിട്ട് പോകുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. അപ്പം ദേവു ഇല്ല. ദേവു നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവല്ലോ. ദേവു മാത്സിന്റെ ട്യൂഷന് വേണ്ടിട്ട് പോയേക്കാണ്. ദിയമോള് ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇനി കുറെ പേര് പറയും ദിയമോള് കുറച്ച് ഓവറാണ് കേട്ടോ എന്ന് പറയും. അതാണ് കമന്റ്സില്. അത് മാത്രല്ല, ദിയമോള് ഇങ്ങനെയാണ് കേട്ടോ, ദേവുവിന്റെ പോലെ അല്ല. കുറച്ച് ആക്റ്റീവാണ്. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോണ്ടിരിക്കും. ദേവ് സൈലന്റ് ആണ്. അപ്പൊ ദേവുമായിട്ട് ദിയമോളെ കമ്പയർ ചെയ്ത്, കാരണം ദേവ് സൈലന്റ് ആണ്, ദിയമോള് ഇങ്ങനെ തന്നെയാണ്. ചെറുപ്പം മുതലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ അത് ഓവറാണെന്ന് വ്യത്യാസമുണ്ട്. കാരണം ദേവുവിന് 14 വയസ്സായി, ദിയമോക്ക് 7 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ഇവര് തമ്മിലുണ്ടാവും. ഉണ്ട്. പിന്നെ ദിയമോള് ചെറുപ്പത്തില് ദേവിന്റെ പോലെയല്ല, കുറച്ച് ആക്റ്റീവാണ്. എന്തെങ്കിലുമൊക്കെ സംസാരമൊക്കെ അങ്ങനെ തന്നെയാണ് ദിയമോള്. മാസ്ക് എടുത്തില്ല, മാസ്ക് എടുത്ത് വെക്കും. ഭയങ്കര പൊടിയാണ് അമ്പലപ്പറമ്പ്. അതെ, ദിയമോക്ക് മാസ്ക് നിർബന്ധമാണതാ. നിക്കുമോളെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. നിക്കുമോൾ, ഞങ്ങൾ ശിവരാത്രിക്ക് പോയി വരാം. നിക്കുമോളെ വീടിന്റെ രക്ഷകയായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ആൾക്കാരെ. അതെ, ഇന്നലെ രക്ഷക ഗേറ്റിന് പുറത്ത് പോയി. ഞങ്ങൾ വരുമ്പോണ്ട് പുറത്ത് നിൽക്കണ്. അതെ, ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോണ്ട് നിക്കി ഗേറ്റിന് അപ്പുറം. നിക്കിക്ക് പ്രത്യേകത ഉണ്ട്. ആരെങ്കിലൊക്കെ പൂച്ചയാണെങ്കിലും അകത്ത് കയറിയ തുരത്തി ഓടിക്കും. ചിലപ്പോ മതിലൊക്കെ എടുത്ത് ചാടിയ പുറത്തു പോകും. ഫ്രണ്ട്സ്, എല്ലാവരും ശിവരാത്രിക്ക് പോവുകയാണ്. എന്നെ ഇവർ കൊണ്ടുപോകുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയില്ല. ഞാൻ തൽക്കാലം മുറ്റത്ത് കൂടെ കറങ്ങി നടക്കാം. എന്നെ കൊണ്ടുപോകും പ്ലീസ് പ്ലീസ്. ഇല്ല, ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്നെ കൊണ്ടുപോകും, ശിവരാത്രി കൊണ്ടുപോകും. ഇല്ല, ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിക്ക് പറയുകയാണ് എന്നെ കൊണ്ടുപോകും. നമ്മള് മാസ്ക് ഒക്കെ എടുത്ത് വന്നു. ഇല്ല, കേട്ടത്തില്ല. ഫ്രണ്ട്സ്, ഞാനും ദിയമോളും ബുള്ളറ്റിന് വന്നു. ഇവിടെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്തേക്കാണ്. അമ്മ എവിടെ ദിയമോളെ? അമ്മയൊക്കെ നടന്നു വരികയാണെന്നാ പറഞ്ഞത്. മോള് പപ്പേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ്. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒക്കെ മറ്റേ താഴത്ത് ചാടണ സാധനം
പൊടി അതിൽ പറ്റില്ല. വെറും പൊടിയാണ്. നമുക്ക് ഇറങ്ങും പോകുമ്പോൾ ആള് കുറയുന്നുണ്ടാവും. അപ്പൊ നോക്കാം, ആള് കുറവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ എന്താ വാങ്ങേണ്ടത്? എന്താന്ന് പറ. വാങ്ങേണ്ട കാണിച്ചു തരാന്ന് പറയാം. ഞാൻ ഈ പിക്കാൻ കൊണ്ടൊരു സാധനവും പിന്നെ ഒരു പെൻസിലും പിന്നെ ഇതും പിടിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഒരു ഡിസൈനാവും. അത് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതും വാങ്ങിച്ചു. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞെക്കോ മേലേക്ക് പറന്നു പോണത്. അത് താഴത്തും വിടാം. മോളെ പമ്പരം വേണ്ടേ? അങ്ങനെ പമ്പരൊക്കെ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ച വളയാണ്. ദേവുന് എന്തെങ്കിലും വാങ്ങിക്കണം. ദേവുന് എന്താ ഇഷ്ടമല്ല, അതാണ് ഇഷ്ടം. വിട്ടോ വിട്ടോ. എന്നാ ശരി, ടാറ്റ. എടക്കടി എന്റെ കൈമൊന്നും വിടൂല. എന്റെ കൈമട്ട് പിടിക്കൂല. നമ്മള് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്റെ കൈമൊന്നും വിട്ടു. അതിൽ കയറണില്ല, നമ്മളെ കാണാൻ വന്നതാ. ആ പോയി നോക്കാം. ഇങ്ങോട്ടായിട്ടില്ല. ടിക്കറ്റ് ഉണ്ടോന്ന് നോക്കട്ടെ. മാസ്ക് മാറ്റരുത് കേട്ടോ. മാസ്ക് വരരുത്. പൊടി 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 പൊടി. അവിടെ ടോക്കൺ നോക്കട്ടെ. എന്നാ പോയി കയറിക്കോ. അവിടെ കാണിച്ചു കൊടുത്തേ. ചെരുപ്പ് ഊരി ഇടണേ. സെന്ററിൽ കൂടെ പോയിക്കോ. ഞാനുണ്ട്. അതേ ചാട്ടാ ചുമകളെ. ചാടിക്കോ. ചെറുപ്പട്ടോ കുഴങ്ങിയില്ലേ? എന്നാ പോവാം. നടന്നോ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യം ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വിശപ്പ് സമ്മതിക്കുന്നില്ല. നമുക്ക് നന്നായിട്ട് വിശക്കുള്ളതാണ്. എവിടെ നോക്കട്ടെ. ഇവിടെ എവിടെ ഇഞ്ചമ്പുളി? സംഭവമാണ്.
തുറന്നു കാണിക്കാം. അതൊക്കെ ഫേക്ക് ആണ്. എനിക്ക് മോളെ എന്താ അച്ഛാ ഏറുപടക്കം മോളെ. ഇതാണ് വിചാരിക്കുന്നുണ്ടാവും. അതെ ഇങ്ങോട്ടിട് ഇങ്ങോട്ടിട് ഓരോന്ന് കാണും. ഇതേട്ടാ, നിങ്ങളെ വെച്ചോ. ഇതാ, കുറച്ച് കണ്ടോ. എങ്ങനെ അറിയാം? എനിക്ക് തോന്നിട്ടുണ്ട് ഇട്ടാലോ. വേണ്ട നിക്ക് പോയിരിക്കണോക്ക് അത് അവിടെ ചിറ്റിപ്പോയി. അത് നിക്ക് പേടിയായി. ഇത് ചെറിയ സാധനം പൊട്ടൊന്നുമില്ല. ഓടി എനിക്ക് പൈര കേട്ടോ വരുമ്പോ പൊട്ടിക്കാൻ എനിക്ക് വരുമ്പോ അറിയണം. അങ്ങോട്ട് വാ, അവിടെ തിരിഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വരുമ്പോ അറിയണം. എനിക്ക് മോളെ ഇത് പിന്നെ പമ്പനാണ് അല്ലേ ഈ കാണുന്ന. സ്പീഡില് വലിച്ചു. ഇതാണ് സംഭവം. നേരത്തെ പപ്പ ഒന്ന് ചെയ്ത് ശരിക്കും ജാമാക്കി വെക്കാം. സ്പീഡിൽ വലി. പറഞ്ഞുപോയി. അപ്പുറത്തെ വീട്ടിൽ കിടക്കാൻ എങ്ങട്ടാ ഷീറ്റിന്റെ മുകളിക്കാൻ പോയത്? അതിന്റെ അച്ഛന്റെ. ഫ്രണ്ട്സ്, ഇതിന്റെ പരിപ്പെടുത്തിരിക്കുന്നു പപ്പ. സോറി, ഞാനില്ല കൊണ്ടുവന്നതേ ഉള്ളൂ. എയറോപ്ലെയിനിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ കുടുക്കിയേക്കാണ് സാധനം. അത് കൂടുന്നു. അതിന്റെ മറ്റേ അതിനില്ല, അതിന്റെ മുകളിലേക്ക് പോയി കിട്ടില്ല. ഓണി വെച്ചിട്ട് നമ്മുടെ പമ്പരത്ത് കേട് വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. എങ്ങനെയാണ് സംഭവം? തിരിയുന്നില്ല. തിരിയുണ്ട്, പക്ഷെ നമുക്കത് തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മറ്റിങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നല്ലോ. തന്നെ വാങ്ങിയപ്പോ തന്നെ അത് കോളായി. അർജുൻ അറിയായിരിക്കും. ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ കുന്തിരിക്കം പുകയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ചെപ്പാണല്ലേ അത്. പേന കൊണ്ടാ വരയ്ക്കാന്ന പപ്പ പറയുന്നത്. അതവിടെ അതാണ്. ഇതാ മഞ്ഞ്. അല്ല, അതിനേക്കാൾ വലുതില്ല.
മോളെ നിക്കി പൂച്ചയുടെ കടി വാങ്ങിക്കും തോന്നുന്നു. നിക്കി 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 ഇവിടെ വാ. നിക്കി നിക്കി എവിടെയാ? എവിടെ പോയതാ? നിക്കി എവിടെ പോയതാ? ഇവിടെ കയറ്. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. കുട്ടി കയറി. അവിടെ ഇരുന്നോട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോവാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയല്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വീഡിയോ